ഇതിനു മുൻപ് ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. ആ വീഡിയോയിൽ ഞാനൊരു കാര്യം ചോദിച്ചിരുന്നു. അത് ഇതാണ്: ആരാധന എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് എന്നുള്ളതായിരുന്നു. യഥാർത്ഥത്തിൽ അള്ളാഹുവിനോടുള്ള ആരാധന, നമ്മൾ അള്ളാഹുവിനെ ആരാധിക്കുക എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ആരാധന എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് എന്നുള്ളതായിരുന്നു. അതിൽ എനിക്ക് മനസ്സിലായിട്ടുള്ളത്, അള്ളാഹുവിനെ ആരാധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു എന്ത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞോ അത് ചെയ്യാതിരിക്കുകയും എന്ത് ചെയ്യണം എന്ന് പറഞ്ഞോ അത് അതേ ക്രമത്തിൽ ചെയ്യുകയും ചെയ്യുന്നതിനെയാണ് അള്ളാഹുവിനോടുള്ള ആരാധന എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഇത് തന്നെയല്ലേ അള്ളാഹുവിനോടുള്ള ആരാധന എന്ന് പറയുന്നത്? ഇത് പ്രവാചകന്മാർ വഴി നമുക്ക് അറിയിപ്പിച്ചു തന്നു. അത് നമ്മൾ അനുസരിച്ചു. ഈ അനുസരണയാണ് ആരാധനയായി മാറിയത്, അല്ലെങ്കിൽ ആരാധനയായി മാറുന്നത്. അതുപോലെ തന്നെ ഇതിൽ വേറൊരു കാര്യവും കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്തെന്നാൽ ഇന്ന് ഭൂമിയിൽ ഒരുപാട് മനുഷ്യർ പറയുന്നൊരു കാര്യമാണ് അള്ളാഹു ഇല്ല, ദൈവം ഇല്ല എന്നുള്ളത്. അള്ളാഹു എന്ന ഒരു സംഭവം ഇല്ല എന്ന് പറയുന്നത്, ഈ അള്ളാഹു ഇല്ല എന്ന് പറയുന്ന ഈ ആളുകൾക്ക്, അത് ഭൂമിയിലുള്ള ഏത് മനുഷ്യരായിക്കോട്ടെ, അവരോട് മാത്രമാണ് ഞാൻ ഈ പറയുന്നത്. അവർക്കറിയുമോ യഥാർത്ഥത്തിൽ ഈ അള്ളാഹു എന്ന് പറഞ്ഞാൽ അത് എന്താണ് എന്നുള്ളത്? ഒരു സംഗതിയെക്കുറിച്ച് നമ്മൾ ആണെങ്കിലല്ലേ നമ്മളത് ഉള്ളതാണ് ഇല്ലാത്തതാണ് എന്ന് പറയാൻ പറ്റുകയുള്ളൂ. യഥാർത്ഥത്തിൽ ഇവർക്കറിയുമോ ഈ അള്ളാഹു എന്ന് പറഞ്ഞാൽ അത് എന്താണ് എന്നുള്ളത്? അങ്ങനെയാണെങ്കിൽ അതിനെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ?